ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു സർപ്രൈസ് വന്നിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ പോയി മേടിച്ചു കൊണ്ടുവന്നു. ST കൊറിയർ മുഖേനയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ST കൊറിയർ എവിടെയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എവിടെ നിങ്ങളുടെ അഡ്രസ്സ്, ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. KSEBയുടെ എവിടെയാണെന്ന് പറഞ്ഞു. KSEBയുടെ അവിടെ പോയി മേടിച്ചു കൊടുന്നു. ഇതെന്താണ് സാധനം, നമ്മൾ ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നു, അതൊന്നും ഓർമ്മയില്ല. എന്തായാലും സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ്. അൺബോക്സിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ബോർഡുണ്ട്. മനസ്സിലായി ഗെയ്സ്. വി പെൻ ഫാൻറ്റം ടെക്നോ മൊബൈലിൻ്റെ പേനയാണ് വന്നിട്ടുള്ളത്. ഈ ടെക്നോ ഫോൺ മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഇത്ര മേടിച്ചതിൻ്റെ 10 ദിവസം കൊണ്ട് എൻ്റെ പേന ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ പോയിട്ട് കുറേ ഒരു 2-3 മാസം എങ്ങാനും ആയി. ഞാൻ കൊടുത്തിരുന്നു, അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ക്യാഷൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അത് പ്രോസസ്സായിട്ട്. പക്ഷേ ഞാൻ ടെക്നോൻ്റെ ഓഫീസിലൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഓർഡർ ചെയ്തത് സക്സസ് ആണോ അതും അവർക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഫാൻറ്റം വി പെൻ. ആ ഫാൻറ്റം മൊബൈലിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫാൻറ്റം വി പെൻ ഉള്ളത്. അങ്ങനെയാണ് യൂസിങ് കാര്യങ്ങളൊന്നും അറിയില്ല, എന്തായാലും ഒക്കെ പഠിക്കണം. S23 S24 അൾട്രാക്കൊക്കെ ഇതുപോലെ പേന ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. ഇതുപോലെ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും സഫാരിനത് യൂസ് ചെയ്ത് പഠിക്കും. അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്ന് എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വായുവിൽ എഴുതിയാൽ തന്നെ അത് ഫോണിൽ പതിയും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതുള്ളത്. ഇനി അതിൻ്റെ സെറ്റപ്പ്, ഇത് നമുക്ക് എവിടെയെങ്കിലും പതിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ആ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് ഇട്ട് ഏകദേശം ഇങ്ങനെയുള്ള സെറ്റിങ്ങിനാണ് അവരത് രണ്ടെണ്ണം അയച്ചിട്ടുള്ളത്. പേനൊന്നും തന്നെ ഉള്ളൂ, പക്ഷെ ഒന്ന് അതിൻ്റെ സ്റ്റാൻഡാണ്. ഇങ്ങനെ അത് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഫാൻറ്റം പെന്നിൻ്റെ കണക്ഷനാണ് ഈ കാണിക്കുന്നത്. നമ്മള് ഫാൻറ്റം പേന കൊണ്ടാണ് ഇപ്പോൾ എഴുതുന്നത്. ഫ്ലിപ്സോൺ ഇംഗ്ലീഷ് എഴുതാം. അതുപോലെ നമുക്ക് അറബി വേണമെങ്കിൽ എഴുതാം. എന്താ അറബിയാണ് എഴുതുന്നത്. അസ്സലാമു അലൈക്കും. വായിക്കുന്നത് ഇങ്ങനെയാണ്. ആക്കുന്നായി. അപ്പോൾ അസ്സലാമു അലൈക്കും.
അവിടെ സ്പേസ് ആണെങ്കിൽ അലൈക്കും അല്ലെ ഇവിടെ ദാല് വന്നോ, ദാല് മാറ്റി യാ ആക്കാം. അങ്ങനെയാണ് അസ്സലാമു അലൈക്കും. എന്നിട്ട് വായക്കടങ്ങി ഇങ്ങനെ ടച്ച് ചെയ്യാം. ഇവിടെ എനിക്ക് ലാംഗ്വേജ് മാറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ്, ചൈനീസ്, അറബിയാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഫാൻറ്റം പാനായിട്ടുള്ള ഉപകാരങ്ങൾ. കുറേ ഉപകാരങ്ങളുണ്ട്. പിന്നെ എന്താ നമുക്ക് ബാക്ക് ഇങ്ങനെ അടിക്കാം, പേനായിട്ടാണ് അടിക്കുന്നത്. ഓരോ ഓപ്ഷക്ക് മാറ്റാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഖുർആൻ ഓപ്പൺ ആക്കുകയാണ്. ഓത ഫാത്തിഹ എല്ലാം പേനായിട്ടാണ് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്. മീശോ ഓപ്പൺ ആക്കുന്ന ഉണ്ടോ. ഇവിടെ വിൽപ്പന സൈറ്റും ഉണ്ട്, ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സൈറ്റും ഉണ്ട്. യൂട്യൂബ് ഓപ്പൺ ആക്കുന്ന യൂട്യൂബിൽ നമ്മളുടെ ചാനൽ ഓപ്പൺ ആക്കുകയാണ്. ഫ്ലിപ്കാർട്ട് സഫാരി നമസ്കാരം ഹ്രസ്വമായ പിന്നെ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ നമ്മുടെ ബിസിനസ് സൈറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉപകാരങ്ങളുള്ളത്. ഓക്കെ.